സ്വാഗതം. നമ്മൾ വീണ്ടും പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ചും അതിനെ തുടർന്ന് ഉണ്ടായ നയതന്ത്ര യുദ്ധത്തെക്കുറിച്ചും സംസാരിക്കുകയാണ്. ആദ്യം ഇന്ത്യ ചില നയതന്ത്ര നടപടികളെടുത്തു. പെഹൽഗാമിലെ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പൗരന്മാരുണ്ടെന്നും പാക് ബന്ധമുള്ള സംഘടനകളുണ്ടെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇന്ത്യ ചില നടപടികളിലേക്ക് പോയത്. അതിന് മറുപടി എന്നോണം പാകിസ്ഥാൻ ചില നയതന്ത്ര നടപടികൾ എടുത്തിരിക്കുന്നു. ചില കാര്യങ്ങൾ ഇന്ത്യ എടുത്തതിന് സമാനമായ നടപടികളാണ് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യ ആദ്യം പാക് പൗരന്മാർക്കുള്ള വിസ ഇനി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. നിലവിൽ വിസ അനുവദിച്ചിട്ടുള്ളവർ അധികം വൈകാതെ മടങ്ങിപ്പോകണം, അതിനൊരു സമയപരിധി നിശ്ചയിച്ചു. ഏതാണ്ട് സമാനമായ തീരുമാനം പാകിസ്ഥാൻ എടുത്തിരിക്കുന്നു. ഇന്ത്യ സിന്ധു നദീ ജല കരാർ മരവിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിന് സമാന്തരമായിട്ട് പാകിസ്ഥാൻ 1972 ഷിംല കരാർ വേണ്ടി വന്നാൽ മരവിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അട്ടാരി വാഗ അതിർത്തി അടയ്ക്കും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. സമാനമായ പ്രഖ്യാപനം പാകിസ്ഥാൻ നടത്തുന്നു. ഇതിൽ നിന്ന് ഭിന്നമായി പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള സകല വ്യാപാര ബന്ധങ്ങളും നിർത്തിയിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നു. പാകിസ്ഥാൻ്റെ പങ്ക് ഇന്ത്യയിൽ അതിന് മുമ്പ് നടന്നിരിക്കുന്ന പല ഭീകരാക്രമണങ്ങളിലും പാകിസ്ഥാൻ പൗരന്മാരുടെയോ പാകിസ്ഥാനിൽ രൂപമെടുത്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയോ പങ്ക് സംബന്ധിച്ച് തെളിവുകൾ മുൻപ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ആക്രമണത്തിനും സമാനമായ തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യയിലെ ഏജൻസികൾ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അതിന് പ്രതികരണം എന്നോണം പാകിസ്ഥാനും ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പാകിസ്ഥാൻ്റെ തീരുമാനങ്ങൾ എത്രത്തോളം ഇന്ത്യയെ ബാധിക്കാനിടയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ മോഹൻ വർഗീസാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇന്നലെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ഈ തീരുമാനങ്ങൾ അത് എത്രത്തോളം പ്രസക്തമാണ് ഇന്ത്യയെ സംബന്ധിച്ച്? ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ പാകിസ്ഥാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? പാകിസ്ഥാന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യ വിരോധം ആളിക്കത്തിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഏകോപിപ്പിച്ച് നിർത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ഇമ്മീഡിയറ്റ് ലക്ഷ്യം. പാകിസ്ഥാന് ഒട്ടനവധി പ്രശ്നങ്ങൾ ആഭ്യന്തരമായി ഉണ്ട്. നമുക്കറിയാം, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉയർത്തുന്ന വെല്ലുവിളി, താലിബാൻ ഉയർത്തുന്ന വെല്ലുവിളി, ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ സിന്ധിൽ നടക്കുന്ന പോരാട്ടങ്ങൾ. അങ്ങനെ വലിയ തോതിൽ പാകിസ്ഥാൻ ആഭ്യന്തര കലഹത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള വൈകാരിക നടപടികൾ ഒരു പരിധിവരെ ജലം കട്ട് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യയുടെ തീരുമാനം, അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു ഇന്ത്യയുടെ തീരുമാനത്തെ യുദ്ധപ്രഖ്യാപനമായി വിവക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാൻ 1972 എഗ്രിമെന്റിൽ നിന്നും അത് വളരെ അതിലേക്കുമാണ് സംബന്ധിച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലൈൻ ഓഫ് കൺട്രോൾ യാതൊരു റെലവൻസും ഇല്ലാതെ പോവുകയാണ്. ഭാരതം വളരെ വിഭിഷ്ടത്തോടു കൂടിയാണെങ്കിൽ പോലും പാകിസ്ഥാന് എങ്ങനെങ്കിലും ജീവിച്ചു പോകട്ടെ എന്ന രീതിയിൽ അന്ന് അനുവദിച്ച ഒരു ലൈൻ ഓഫ് കൺട്രോൾ ആണ്. ഇന്ത്യ ജയിച്ചു നിൽക്കുന്ന സമയമാണെന്ന് ഓർക്കണം. 1972 ബംഗ്ലാദേശ് യുദ്ധം വിജയിച്ച ഭാരതം പാകിസ്ഥാന് വേണമെങ്കിൽ ഇന്ത്യ അന്ന് കീഴടക്കിയ പ്രദേശങ്ങൾ മുഴുവൻ കൈവശം വെക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് മുൻകാലങ്ങളിൽ സൈന്യം നിലയുറപ്പിച്ച നിയന്ത്രണ രേഖയെ യഥാർത്ഥ ഇന്റർനാഷണൽ ബോർഡറായി കരുതിക്കൊണ്ട് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ, വീണ്ടും അടിവരയിട്ട് പറയുന്നു, ബൈലാറ്ററലിസം. ഷിംല എഗ്രിമെന്റിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് ബൈലാറ്ററലിസമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതിർത്തി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടെങ്കിൽ മൂന്നാമതൊരു കക്ഷി, അമേരിക്കയോ മധ്യസ്ഥന്റെ രൂപത്തിൽ റഷ്യയോ ഒന്നും വരാതെ നേരിട്ട് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന ഒരു തീരുമാനമാണ് ഷിംല കരാറിന്റെ പൊരുൾ. അത് പാകിസ്ഥാൻ ഏകപക്ഷീയമായി ലംഘിക്കുന്നു എന്ന് പറയുമ്പോൾ നിയന്ത്രണ രേഖ കടന്ന് മറുപക്ഷത്ത് ചെന്നുകൊണ്ട് പാക് അധിനിവേശ കാശ്മീർ സ്വതന്ത്രമാക്കുന്നതിന് ഇന്ത്യക്ക് ഇനി തടസ്സങ്ങളൊന്നുമില്ല എന്നതാണ് അതിന്റെ കൃത്യമായ വിശകലനം. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഒരു കാശ്മീർ എന്നത് ഒരു അഖണ്ഡ ഭൂമിയാണ് എന്ന് ഇന്ത്യ പറയുകയാണെങ്കിൽ ആ കാശ്മീരിന്റെ പൂർണ്ണ പ്രദേശവും കൈയടക്കാൻ നിയമപരമായി അപ്പോൾ ഇന്ത്യക്ക് മറ്റു പ്രതിബന്ധങ്ങളൊന്നുമില്ല. ഒരു കരാറിന്റെയും ചട്ടക്കൂടില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ താഷ്കന്റ് അഗ്രിമെന്റ് 1965 യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. അതിനുശേഷം എത്തിച്ചേർന്ന താഷ്കന്റ് ഉടമ്പടി പോലും റിഡൻഡന്റ് ആയി, മീനിങ്ലെസ് ആയി വരികയാണ്.
അപ്പൊ കുറ്റവാളികളുടെ കൈമാറ്റം, ഭൂമിയുടെ നിയന്ത്രണാവകാശം, ഇതെല്ലാം തമ്മിലുള്ള സമഗ്രമായ രേഖകളാണ്. അതുകൊണ്ട് ഏകപക്ഷീയമായി ഒരു കരാറിൽ നിന്നും പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന് പാകിസ്ഥാന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, പാകിസ്ഥാൻ ഒട്ടനവധി ഒരു പിടി തീരുമാനങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുമായുള്ള വ്യാപാരം പൂർണ്ണമായി വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ വ്യാപാരത്തിന്റെ $1 ബില്യൺ തുല്യമായ ഒരു വ്യാപാരമാണ് ഉള്ളത്. വ്യാപാരം 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം വ്യാപാര തോത് കുറഞ്ഞു നിന്നത് ഇപ്പോൾ ഘട്ടം ഘട്ടമായി 2024 ആയപ്പോൾ വ്യാപാരം സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് പാകിസ്ഥാൻ ഏകപക്ഷീയമായി വ്യാപാര നിയന്ത്രണമല്ല, വ്യാപാരമേ വേണ്ട എന്നതാണ്. വാഗ അട്ടാരി ബോർഡർ അത് ക്ലോസ് ചെയ്തിരിക്കുന്നു. വിസ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിച്ചിരിക്കുന്നു. ഡിപ്ലോമാറ്റ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എണ്ണം ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാന്റെ ജനത എങ്ങനെ പ്രതികരിക്കും എന്നതാണ്. ഇന്ത്യയിൽ 100% ജനത, ഇന്ത്യൻ ജനം ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കാശ്മീർ ജനത, അവരാരുടെ മോചനമാണ്, വിതിൻ കോട്സ് മോചനമാണ് പാകിസ്ഥാനി സൈനിക ജനറൽ അസിം മുനീർ തന്റെ വൈകാരികമായ ഒരു പ്രസംഗത്തിലൂടെ ഉദ്ദേശിച്ചത്. അത് കാശ്മീർ ജനതയാണ്. ആ ജനത തന്നെ പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ത്രിവർണ്ണ പതാക ഏന്തി പ്രക്ഷോഭം നടത്തുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് കോരിത്തെരിപ്പോടുകൂടി മാത്രമേ കണ്ടിരിക്കാൻ ഒക്കൂ. കാരണം അവരുടെ ജീവിതത്തിൽ, കാശ്മീരിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ശാന്തതയും സമാധാനവും ഭൗതികമായ പുരോഗതിയുമാണ് ഈ കടന്നുകയറ്റത്തിലൂടെ, ആക്രമണത്തിലൂടെ, 28 പേരുടെ ജീവൻ പൊലിച്ചതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന ബോധം കാശ്മീരികൾക്കുണ്ട്. ഭാരതത്തോടൊപ്പം നിന്നാൽ മാത്രമേ അഖണ്ഡ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പരമാധികാര പ്രദേശമായിരുന്നെങ്കിൽ മാത്രമേ സഞ്ചാരികൾ എത്തൂ, അവിടെ വികസനം ഉണ്ടാകൂ. ഇതെല്ലാം നേരിട്ട് ആ ജനത കണ്ടതാണ്. കഴിഞ്ഞ 4-5 വർഷമായി ആ ജനത കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. പെട്ടെന്ന് ഏകപക്ഷീയമായി ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു എങ്കിൽ അതിന് കാരണഭൂതൻ പാകിസ്ഥാനാണ് എന്ന തിരിച്ചറിവ് കാശ്മീരിലെ ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ വിഘടിപ്പിച്ച് നിർത്തി ഹിന്ദു മുസ്ലിം വർഗീയ വേർതിരിവ് ഉണ്ടാക്കി ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഭാരതത്തെ ശിഥിലീകരിക്കാനുള്ള പാകിസ്ഥാന്റെ മോഹം ഭാരതം മുളയിലേഞ്ഞുള്ളുകയും വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ലോകരാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുകയും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായും ലോക നേതാക്കളുമായും ഭാരതം സംസാരിച്ചു കഴിഞ്ഞു. അവരെല്ലാം ഇങ്ങോട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഒലഫ് ഷോൾസ്, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി, അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, പഠിച്ചാണെങ്കിലും കനേഡിയൻ പ്രധാനമന്ത്രി, എല്ലാവരും തന്നെ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പൊളിറ്റിക്കലി ലോകമാസകലം ഒരു കൺസെൻസസ് ഉണ്ട്. ഇവിടെ അഗ്രീവ്ഡ് പാർട്ടി ഇന്ത്യയും അഗ്രസർ പാകിസ്ഥാനുമാണ് എന്നത്. ഇനിയിപ്പോ ഇന്ത്യയുടെ ആവശ്യം പാകിസ്ഥാന്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ലോകത്തിന് ബോധ്യമാക്കുകയാണ്. അത് ഇന്ത്യ ഒരു ജല ബോംബ് എന്ന രൂപത്തിൽ ഒരു വാട്ടർ കാനൺ പ്രയോഗിച്ചിരിക്കുകയാണ്. ഈ കരാർ റദ്ദാക്കുന്നതിലൂടെ സിന്ധു നദീജല കരാർ, പടിഞ്ഞാറൻ നദികൾ, അതായത് ഝലം, ചെനാബ്, അത് പാകിസ്ഥാനിലൂടെ ഒഴുകുന്നതാണ്. അതേപോലെ തന്നെ സിന്ധുവിന്റെ മെയിൻ ബ്രാഞ്ച്, ഈ 3 കാര്യങ്ങളും കരാർ അനുസരിച്ച് 60 കരാർ അനുസരിച്ച് പാകിസ്ഥാൻ അതിന്റെ ജലം ഭാരതം വിട്ടുകൊടുക്കുകയാണ്. അതേപോലെ ഇന്ത്യൻ പഞ്ചാബിലൂടെ ഒഴുകുന്ന രവി, ബിയാസ്, സത്ലജ്, ഈ നദികളുടെ ജലം ഇന്ത്യക്ക് ഉപയോഗിക്കാം. പക്ഷെ കൂടുതൽ ജലം, 80% ജലത്തിന്റെയും ഉടമസ്ഥാവകാശം പാകിസ്ഥാന് ലഭിക്കുകയാണ്. അത് ഇന്ത്യയുടെ ദാക്ഷിണ്യമാണ്, ഔദാര്യമാണ്. കാരണം ഇന്ത്യയുടെ ഭൂപ്രദേശത്തു കൂടി ഒഴുകിയാണ്, കാശ്മീരിലൂടെ ഒഴുകി ആദ്യം പടിഞ്ഞാറേക്ക് ഒഴുകി പിന്നെ തെക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഇവയെല്ലാം. അവിടെയെല്ലാം വൻതോതിലുള്ള അണക്കെട്ടുകൾക്കുള്ള സാധ്യതയുണ്ട്. ചില അണക്കെട്ടുകൾ ഇപ്പോൾ തന്നെയുണ്ട്. അതിലെ ജല ക്രമീകരണത്തിലൂടെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അത് വലിയ പ്രയോജനമാണ് ഇന്ത്യൻ കർഷകർക്ക്. പാകിസ്ഥാനിലെ കർഷകർ നിലങ്ങൾ തരിച്ചിടേണ്ടി വരും. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 20-25% കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ അവരുണ്ടാകാൻ പോകുന്ന ഒരു വലിയ സമ്മർദ്ദം പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ തന്നെ പാകിസ്ഥാന്റെ ജനം, പ്രത്യേകിച്ച് കർഷകർ തെരുവിലിറങ്ങാൻ പോകുന്ന ഒരു കാഴ്ച നമുക്ക് മുൻകൂട്ടി കാണാനാവും. അതേസമയം കിഴക്കൻ നദികൾ, രവി, ബിയാസ്, സത്ലജ് നദികൾ നിർബാധം ഒഴുകുകയും ചെയ്യും. അതുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു ജലബോംബ് എന്നൊക്കെ പറയുമ്പോഴും ഒറ്റയടിക്ക് വെള്ളം പൂർണ്ണമായി കട്ട് ചെയ്യാനാവില്ല എന്ന് സ്ഥിരബോധമുള്ള എല്ലാവർക്കും അറിയാം. അതിന്റെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുക, ഭാവിയിൽ കൂടുതൽ കൺസ്ട്രക്ഷനിലൂടെ കൂടുതൽ ഡാമുകളും തടയണങ്ങളും കെട്ടി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് പാകിസ്ഥാനെ വർഷങ്ങളോളം സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ജല നയതന്ത്രം മുന്നോട്ട് പോകുന്നത്. അതിന് ബദലായി
പാകിസ്ഥാൻ സൈനികമായ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ്. ജലം തടഞ്ഞു വെക്കുന്നത് ഇത് ടാൻറ്റമൗണ്ട് ടു വാർ അഗൈൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ ആടി നിൽക്കുന്ന ഗവൺമെന്റിനെയും ആടി നിൽക്കുന്ന സൈന്യത്തെയും ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ജനറൽ അസിം മുനീർ തൊടുത്തുവിട്ട ഒരു പൊടിക്കൈയാണിത്. അതായത് പാകിസ്ഥാന്റെ ജനങ്ങളുടെ ശ്രദ്ധ ആഭ്യന്തര വിഷയങ്ങളിൽ നിന്നും ഇന്ത്യ വിരുദ്ധതയിലേക്കും യുദ്ധത്തിലേക്കും തിരിക്കുക വഴി രണ്ടുണ്ട് മെച്ചം. ഒന്ന്, സിവിൽ ഗവൺമെന്റിനെ ഷഹബാസ് ഷെറീഫ് നയിക്കുന്ന സിവിലിയൻ ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് ഇതാ യുദ്ധം വന്നിരിക്കുന്നു, താൻ തന്നെ അധികാരം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുൻകാലങ്ങളിൽ ജനറൽ സിയാവുൽ ഹക്കും അല്ലെങ്കിൽ പർവേസ് മുഷറഫും ഒക്കെ ചെയ്തതുപോലെ ഇപ്പോഴത്തെ ജനറൽ അസിം മുനീർ ഒരു വലിയ സാഹസത്തിന് മുതിരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. യുദ്ധസമയത്ത് അങ്ങനെയാണ് അവർ നിൽക്കുന്നത്. പക്ഷെ മറുവശത്ത് ഇന്ത്യയിൽ നോക്കൂ, യുദ്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാജ്യം ഒറ്റക്കെട്ടാണ്. പ്രതിപക്ഷത്തെ കൂടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് സർവകക്ഷി യോഗത്തിന്റെ സഹായത്തിൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും എല്ലാം പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ്. പാകിസ്ഥാൻ സ്റ്റാൻഡ് ഡിവൈഡഡ്, ഇന്ത്യ സ്റ്റാൻഡ്സ് യുണൈറ്റഡ്. ഈ കാഴ്ച, ഈ കോൺട്രാസ്റ്റിംഗ് പിക്ചറാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദൃശ്യം. റൈറ്റ്. അത് പറയുമ്പോൾ ഞാൻ ഈ നേരത്തെ സംസാരിച്ച ഈ ഷിംല കരാറിൻ്റെ ഒരു കാര്യം കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ നിയന്ത്രണരേഖയുടെ ഒരു പ്രശ്നമുണ്ട്. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര ബോർഡർ ഇന്നതാണ് എന്ന് ഇന്ത്യ കൈയടക്കിയ പ്രദേശം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു 1972 ഷിംല എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. വിഡ്രോ ചെയ്തിട്ടില്ല, ഇപ്പോൾ വിഡ്രോ ചെയ്യും എന്ന അവരുടെ ഭീഷണിയാണ് അല്ലെങ്കിൽ പ്രഖ്യാപനമാണ് അവരുടെ മുമ്പിലുള്ളത്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം വെടിനിർത്തലാണ്. അപ്പോൾ ഈ അതിർത്തികളിലെ വെടിനിർത്തൽ ഈ ഷിംല എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് ഇടക്കാലത്ത് പല ഘട്ടങ്ങളിലായിട്ട് ഭഞ്ജിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഏറെയും കുറഞ്ഞും അത് നിലനിന്നത് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ രണ്ട് വ്യവസ്ഥകൾ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് പാകിസ്ഥാൻ ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിർത്തി മേഖലകളിൽ ഒരു സംഘർഷ സാധ്യത അത് ഉടലെടുക്കുമോ? അതിർത്തി മേഖലകളിൽ മാത്രമല്ല ശ്രീ രാജീവ്, പാകിസ്ഥാൻ മുഴുവനായി ഭീഷണിയിൽ തന്നെയാണ്. വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഭാരതത്തിന് പാകിസ്ഥാന്റെ പ്രദേശങ്ങൾ സൈനികമായി ആക്രമിക്കാനും കൈയടക്കാനും കഴിയും. അതൊരു വലിയ യുദ്ധത്തിലേക്ക്, ഒരുപക്ഷെ ആണവ യുദ്ധത്തിലേക്ക് പോലും ആത്യന്തികമായി പോകാൻ ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങാൻ ഉള്ള സാധ്യതയാണ്. അതുകൊണ്ട് വെടിനിർത്തൽ കരാർ, ബേസിക്കലി ഷിംല കരാർ എന്ന് പറഞ്ഞാൽ വെടിനിർത്തി പരസ്പരം അതിരുകൾ ബഹുമാനിക്കുക, അതിർവരമ്പുകൾ ഭേദിക്കാതിരിക്കുക. 1999 നമ്മൾ കണ്ടതാണ്. ഈ കാർഗിൽ യുദ്ധത്തിൽ നുഴഞ്ഞുകയറ്റം നടക്കും, പാകിസ്ഥാൻ സൈനികർ ഉൾപ്പെടെ നുഴഞ്ഞുകയറ്റം നടത്തിയത് കണ്ടതാണ്. പുൽവാമയിലെ ഭീകരാക്രമണം, അതിനുശേഷം 2 പ്രാവശ്യം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടി അതിൽ കടന്നിട്ടുണ്ട്. ഉറിയിലെ ഭീകരാക്രമണം 2016 ഉറിയിൽ നടന്ന ഭീകരാക്രമണ സമയത്ത് ഭാരതത്തിന്റെ കമാൻഡോകൾ, സൈനിക കമാൻഡോകൾ പാകിസ്ഥാനിൽ കടന്നു ചെന്ന് ഭീകര ക്യാമ്പുകളും സൈനിക പോസ്റ്റുകളും ആക്രമിച്ച് തിരിച്ചെത്തിയ ഒരു കാഴ്ച. 2019 പുൽവാമ ആക്രമണത്തിൽ 40-ൽ പരം CRPF ജവാന്മാർ പിന്നെ ഭാരതം ഗുരുതി കൊടുത്തു, അല്ലെങ്കിൽ ഭാരതത്തിന് നഷ്ടപ്പെട്ടു. അതിനുള്ള പ്രത്യാഘാതം എന്ന നിലയിൽ ബാലാക്കോട്ട് വിമാന ആക്രമണം നടത്തി. അത് ജയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ ബ്രീഡിംഗ് ഫാക്ടറീസിന് നേരെയാണ്, ടെറർ ബ്രീഡിംഗ് ഗ്രൗണ്ടിന് നേരെയാണ് ആക്രമണം നടന്നത് നോക്കണം. അപ്പോഴും നമ്മള് ആ ഓപ്പറേഷൻ അതിർത്തി കടന്നുകൊണ്ട് പല സമയങ്ങളിൽ ഷിംല കരാറിന്റെ വെടിനിർത്തൽ ഫോർമുല ഭാരതവും പാകിസ്ഥാനും ഒക്കെ ലംഘിച്ചിട്ടുണ്ട്. പല കാരണങ്ങളാണ്. എപ്പോഴും പ്രകോപനം സംഭവിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ്. അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ മാത്രമേ ഭാരതം അതിർത്തി ലംഘിച്ചിട്ടുള്ളൂ. ഏകപക്ഷീയമായി ഒരിക്കൽ പോലും ഭാരതം പാകിസ്ഥാന്റെ മണ്ണിൽ ചരിത്രപരമായി കടന്നു കയറിയിട്ടില്ല എന്ന വസ്തുതയും ഇവിടെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2016 ഉറി ഭീകരാക്രമണത്തിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. വാട്ടർ ആൻഡ് ബ്ലഡ് കാൻ ഫ്ലോ ടുഗെദർ. ജലവും രക്തവും ഒരുപോലെ ഒഴുകാനാവില്ല. ഒന്നുകിൽ, അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ, നിസ്സഹായരുടെയും സൈനികരുടെയും രക്തം ഒഴുക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രദേശത്തേക്ക് ഞങ്ങൾ ജലം ഒഴുക്കും, നിർബാധം വിട്ടുതരും എന്ന് ഇനിയും പ്രതീക്ഷിക്കേണ്ടതില്ല. അന്നേരവും ഒരു വാർണിംഗ് ആയിട്ടാണ് കരുതിയത്. മുൻകാലങ്ങളിൽ എത്രയോ യുദ്ധങ്ങളുണ്ടായി. 60-ലെ കരാറിന് ശേഷം 65-ൽ ഇന്തോ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി, 71-ൽ ബംഗ്ലാദേശ് യുദ്ധമുണ്ടായി, 99-ൽ കാർഗിൽ ഉണ്ടായി. അതിനുശേഷം പല പോരാട്ടങ്ങളും ഉണ്ടായി. അപ്പോഴൊന്നും കാണിക്കാത്ത ആർജവം, ദൃഢനിശ്ചയം ഈ കരാർ, സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിൽ ഭാരതം കാട്ടി എന്ന് പറയുമ്പോൾ ഭാരതത്തിന് വ്യക്തമായ നയവ്യതിയാനമാണ് കാട്ടുന്നത്. രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഭാരതം. കാരണം സീറോ ടോളറൻസ് ടു ടെറർ അല്ലെങ്കിൽ
ടെറർ ഇനിയിപ്പോൾ അല്ലെങ്കിൽ തീവ്രവാദം, ഭീകരത അനുവദിക്കുന്നതിൽ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലക പോലും തകർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒഫൻസീവ് മോഡിലേക്ക്, ഒരു ഡിഫൻസിന് വേണ്ടിയുള്ള സ്ട്രാറ്റജിക് ഒഫൻസീവ് മോഡിലേക്ക് ഭാരതവും കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും രണ്ടു പക്ഷത്തും അതിർത്തിയുടെ ഇരുപുറത്തും വലിയ സന്നാഹങ്ങളാണ്. ഭാരതം ആർമി ഫ്ലെക്സിംഗ് മസിൽസ് എന്ന രീതിയിൽ ആർമി പോസ്റ്റുകൾ കൂടുതലായി ഒരുക്കുകയാണ്. അതുപോലെ തന്നെ ആർമി ഡിവിഷനുകൾ ആ അതിർത്തി പ്രദേശത്തേക്ക് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ എയർഫോഴ്സ് സുപ്പീരിയോറിറ്റി, ഏറിയൽ സുപ്പീരിയോറിറ്റി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സെൻട്രൽ കമാൻഡ്, സെൻട്രൽ റീജിയനിൽ വലിയ രീതിയിലുള്ള ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ആണ്. വിമാനങ്ങളുടെ പറക്കലുകളും പരിശീലന പറക്കലുകളും എല്ലാം നടന്നു കഴിഞ്ഞു. സുഖോയ് ക്വാർട്ടറുകൾ, അതുപോലെ MKI സുഖോയ് MKI 30 സ്ക്വാഡ്രനുകൾ, അതുപോലെ റഫാലിന്റെ സ്ക്വാഡ്രനുകൾ എല്ലാം തന്നെ പറക്കുന്ന കാഴ്ച കണ്ടു. അതോടൊപ്പം തന്നെ നാവിക അഭ്യാസവും നടക്കുന്നു. അതായത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഈ അറബിക്കടലിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നീങ്ങുകയാണ്. കറാച്ചി തുറമുഖം ഉൾപ്പെടെ ഹിറ്റിംഗ് റേഞ്ചിലാണെന്ന് ഓർക്കണം. വിമാനവാഹിനി കപ്പലിൽ നിന്നും കുതിച്ചുയരുന്ന ഫൈറ്റർ ജെറ്റ്സിന് തീർച്ചയായും പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളെയും നശിപ്പിക്കാൻ കഴിയും എന്ന ഒരു ചിന്തയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ INS സൂററ്റ് എന്ന കപ്പൽ, അത് വലിയൊരു കപ്പലാണ്, പടക്കപ്പലാണ്. ആ കപ്പലിൽ നിന്നും സാം മിസൈലുകൾ, സർഫസ് ടു എയർ മിസൈലുകൾ, 70 കിലോമീറ്റർ റേഞ്ചുള്ള പുതിയ തരം സാം മിസൈലുകൾ ഒരു യുദ്ധഭൂമിയിൽ നേരിട്ട് ഉപയോഗിക്കാൻ പര്യാപ്തമായ മിസൈലുകളുടെ പരീക്ഷണം കഴിഞ്ഞ ദിവസം നടത്തി. ഇതെല്ലാം കാട്ടുന്നത് ഇന്ത്യ സർവസജ്ജമായിരിക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു. പാകിസ്ഥാനും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ അതിർത്തിക്കപ്പുറത്ത് ഒരുക്കങ്ങൾ നടക്കുന്നു എന്നതാണ് നിലവിലെ സ്ഥിതി. നമ്മൾ അത് പറയുമ്പോഴേ ഈ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സൈനിക സന്നാഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാർ പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. ഒരു ഭാഗത്ത് ഷിംല കരാർ ഞങ്ങൾ റദ്ദാക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം വരുന്നത്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഈ പുതിയൊരു സാഹചര്യത്തിൽ അത് എത്രത്തോളം നടക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ഉണ്ടാവും. ഇന്ന് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം എന്നുള്ളത്. മറ്റ് വൻ ശക്തികളുടെ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഒരു വിദൂര സാധ്യത മാത്രമല്ലേ? തീർച്ചയായും രാജീവ്, ഒരു ഡിറ്ററൻസ് എന്ന നിലയിലാണ് നമ്മുടെ എല്ലാ സന്നാഹങ്ങളും, ആണവായുധങ്ങൾ ഉൾപ്പെടെ ഭാരതം സമാഹരിച്ചു വെച്ചിരിക്കുന്നത്. ആക്രമിക്കാനല്ല, മറിച്ച് ശത്രുവിന്റെ ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കാനും ഒരു പ്രത്യാക്രമണം നടത്തേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ സജ്ജരാണ് എന്നതിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ നോ ഫസ്റ്റ് യൂസ്, അതായത് ഒരിക്കലും ഞങ്ങൾ ആണവായുധങ്ങൾ നേരെ ഉപയോഗിക്കില്ല. ബേസ്ഡ് ഓൺ ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. ക്രെഡിബിൾ ആണ്, പക്ഷെ അത് മിനിമം നമ്പർ ഉണ്ടാക്കണം. പാകിസ്ഥാനെതിരെ നിശ്ചിത എണ്ണം ആണവായുധങ്ങൾക്ക് ആ ക്രെഡിബിലിറ്റി കഴിയാം. കാരണം പാകിസ്ഥാനെ നശിപ്പിക്കാൻ കഴിയുന്ന, ചൈനയെ നശിപ്പിക്കാൻ കഴിയുന്ന മറ്റു രാജ്യങ്ങളെ എവിടുന്നാണോ ശക്തി വരുന്നത്, എവിടുന്നാണോ തീരെ സമ്മർദ്ദം ഇന്ത്യക്ക് നേരെ വരുന്നത്, ആ പ്രദേശങ്ങൾക്ക് നേരെയുള്ള ഡിറ്ററൻസ്, സെപ്പറേറ്റ് ഡിറ്ററൻസ് ആണ്. അതുകൊണ്ടാണ് നോ ഫസ്റ്റ് യൂസ്. ഏകപക്ഷീയമായി നമ്മൾ ഉപയോഗിക്കില്ല. ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങൾക്ക് നേരെ നമ്മൾ ഉപയോഗിക്കില്ല. ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ക്രെഡിബിൾ ആയി ഉണ്ടാവണം നമ്മുടെ അവനാഴിയിൽ ഈ ആയുധങ്ങൾ ഉണ്ട്. ന്യൂക്ലിയർ ഡിറ്ററൻസ്. അപ്പൊ ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രമണത്തിന് വേണ്ടിയല്ല, മറിച്ച് പ്രതിരോധത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലും രാജ്യം ഭാരതത്തെ ആണവമായി ആക്രമിച്ചാൽ മാത്രമേ ഭാരതം ആണവായുധങ്ങൾ ഉപയോഗിക്കൂ. അപ്പൊ അതൊരു റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ ആണ് ഭാരതം. അതേപോലെ തന്നെ കൺവെൻഷണൽ ആംസിന്റെ കാര്യത്തിലും ഭാരതം റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് തീർച്ചയായും യുദ്ധത്തെക്കുറിച്ചെല്ലാം ഉള്ള കാർമേഘങ്ങൾ അന്തരീക്ഷത്തിലുള്ളപ്പോഴും യഥാർത്ഥത്തിൽ ഒരു യുദ്ധം ഭാരതമോ ഭാരതത്തിന്റെ ജനതയോ ആഗ്രഹിക്കുന്നില്ല. വാർ മോങ്കറിംഗ് എന്നത് ഒരു പൊളിറ്റിക്കൽ ഡൈനമിക്സിന്റെ ഭാഗമാണ്. യുദ്ധം, നമുക്കിപ്പോ യുദ്ധം വേണം, പിടിച്ചടക്കാം, ഇതെല്ലാം ഒരു വാർ ക്രൈ ആണ്. അതൊരു വൈകാരികമായ ഒരു വിസ്ഫോടനമാണ്, ജനതയുടെ ഭാഗത്തുള്ള മുറവിളിയാണ്. അടിക്ക് തിരിച്ചടി കൊടുക്കണം. പക്ഷേ യുദ്ധത്തെക്കാൾ എത്രയോ വേദനിക്കുന്ന തിരിച്ചടിയാണ് നയതന്ത്ര തലത്തിൽ ഭാരതം പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള നയതന്ത്രജ്ഞന്മാരെ, അല്ലെങ്കിൽ ഭാരതത്തിൽ വന്നിട്ടുള്ള ഏതാണ്ട് എല്ലാ എംബസികളുടെയും ഹൈക്കമ്മീഷനിലെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഭാരതം സൗത്ത് ബ്ലോക്കിലേക്ക്, വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് കഴിഞ്ഞ ദിവസം ക്ഷണിച്ചു. അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു. ലോകരാജ്യങ്ങളുടെ നേതാക്കളുടെ പിന്തുണ ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ കുറിക്കുന്ന തെളിവുകളാണ് ഇനിയും പ്രധാനം. ആ തെളിവുകൾ ഒന്നൊന്നായി നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, പാകിസ്ഥാൻ ജനറലിന്റെ ഭാഗത്തെ ഈ ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ജനറൽ അസിം
മുനീറിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ, അതായത് പാകിസ്ഥാന്റെ ജുഗൽ, അതായത് കഴുത്തിലെ ഞരമ്പാണ് അല്ലെങ്കിൽ ജീവനാഡിയാണ് കാശ്മീർ, അത് ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. കാശ്മീരിലെ ജനത, അതായത് ഇന്ത്യൻ കാശ്മീരിലെ ജനത മോചനം ആഗ്രഹിക്കുന്നു. അവർക്ക് അധിക കാലം വേണ്ടി വരില്ല, കാത്തിരിക്കേണ്ടി വരില്ല. ഞങ്ങൾ അവരോടൊപ്പമാണ്, അവരെ മോചിപ്പിക്കും എന്ന രീതിയിൽ ജനറൽ ആണ് പറയുന്നത്. അതൊന്ന്. രണ്ട്, ഈ പാകിസ്ഥാൻ, ഇതേ പാകിസ്ഥാൻ ജനറലിന്റെ ഒരു ഇസ്ലാമിസ്റ്റ് കാഴ്ചപ്പാടുകൾ അദ്ദേഹം വലിയ രീതിയിൽ അത് മറച്ചു വയ്ക്കുന്നതുമില്ല. മുൻകാലങ്ങളിൽ ഈ പറയുന്ന തീവ്രവാദ വിഭാഗങ്ങളുമായി ആർമി ജനറൽമാർ നേരിട്ടല്ല, ISI മുഖേന ക്ലാൻഡസ്റ്റൈൻ അറേഞ്ച്മെന്റ് ആണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ തീവ്രവാദ പരിശീലന ക്യാമ്പുകളിൽ ISIയുടെ കൂടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം നേരിട്ട് ചെല്ലുകയാണ്. ഹർക്കത്തുൽ മുജാഹിദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ജൈഷെ മുഹമ്മദിന്റെയും, എന്തിന് മുംബൈ ആക്രമണവും ഇപ്പോഴത്തെ പഹൽഗാം ആക്രമണവും കോർഡിനേറ്റ് ചെയ്ത ലഷ്കർ ഇ തോയ്ബയുടെ പോലും ക്യാമ്പുകളിൽ അദ്ദേഹം ചെന്നതിന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ ക്ലാൻഡസ്റ്റൈൻ നെക്സസ് ബിറ്റ്വീൻ ആർമി, ISI, ഇന്റർ സർവീസ് ഇന്റലിജൻസ് ആൻഡ് ദ ടെറർ നെറ്റ്വർക്ക് ഇന്ത്യക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് 7 പേരാണ് ആക്രമണങ്ങളിൽ പങ്കെടുത്തത്. ആ 7 പേരുടെ സമസ്ത വിവരങ്ങളും ഭാരതം രേഖപ്പെടുത്തി കഴിഞ്ഞു. 5 പേരുടെ ലിസ്റ്റ് തയ്യാറായി. അതിൽ 4 പേരുടെ രേഖാചിത്രം ഇപ്പോൾ ഭാരതം പുറത്തുവിട്ടിരിക്കുകയാണ്. അലിഭായ് എന്ന് പറയുന്ന തഹൽ ഭായ് പാകിസ്ഥാൻ പൗരനാണ്. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഭാരതം കളക്ട് ചെയ്തു, രേഖാചിത്രവും പുറത്തുവെച്ചു. അതുപോലെ ഹഷിം മൂസ എന്ന പാകിസ്ഥാൻ പൗരൻ, സുലൈമാൻ എന്ന കൂടി പേരുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഭാരതത്തിന്റെ ഫയലുകളിൽ ഉണ്ട്. ഈ 2 പേര് പാകിസ്ഥാൻ പൗരന്മാരാണ്. അവരുടെ യാത്രാപഥങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ പൗരന്മാരും, അതായത് അവിടുത്തെ തന്നെ അനന്തനാഗ് സ്വദേശിയായ ആദിൽ ഹുസൈൻ തോക്കർ എന്ന് പറയുന്ന ആൾ, അതുപോലെ പുൽവാമ സ്വദേശിയായ അഹ്സാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദി, ഈ 2 പേരും തീർച്ചയായും ഇതിനകത്തുണ്ട്. അവരുടെയും രേഖാചിത്രങ്ങൾ റെഡിയായി. മറ്റു 3 പേരുടെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മറ്റ് വിവരങ്ങളെല്ലാം ലഭ്യമാണ്. ഈ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് കൃത്യമായി പാകിസ്ഥാനിൽ ആസൂത്രണം ചെയ്തതും ഇന്ത്യയിൽ നടപ്പാക്കിയതുമായ പദ്ധതിയാണ് എന്ന് തെളിയിക്കാൻ ഭാരതത്തിന് കഴിയും. അപ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ, UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 5 അനുസരിച്ച് സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഭാരതം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഇസ്രായേൽ പലസ്തീനിൽ നടത്തിയ ആക്രമണത്തിന് സമാനമായ രീതിയിൽ, അതായത് ഇസ്രായേലിന് നേരെ ഒക്ടോബർ 7, 2023 ഹമാസിന്റെ ഭാഗത്തു നിന്ന് നടന്ന ആക്രമണം, അത് ഒരു വയലേഷൻ, ബ്രീച്ച് ഓഫ് ടെറിട്ടറിയാണ്, വയലേഷനാണ്, യുദ്ധമാണ്. അതിന് തിരിച്ചടി നൽകാൻ രാജ്യത്തിന് നിയമപരമായി അവകാശമുണ്ട്. ഐക്യരാഷ്ട്രസഭ പോലും അത് വേണ്ട എന്ന് പറയില്ല. അതുകൊണ്ട് അല്ല എങ്കിൽ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഞങ്ങളുടെ പൗരന്മാരോ ഞങ്ങളുടെ ചിന്തയോ ഞങ്ങളുടെ പട്ടാളത്തിന്റെ അനുഗ്രഹാശിസുകളോ ഒന്നുമില്ലാതെ കാശ്മീരിലെ ഏതോ സംഘമാണ്, TRF എന്ന് പറയുന്ന, ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു സംഘമാണ്, അവർക്ക് ലഷ്കർ ഇ തോയ്ബയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇന്ത്യയല്ലേ പറയുന്നത്? ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പറയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നു, പാകിസ്ഥാൻ പണ്ട് പറഞ്ഞല്ലോ, ആമിർ അജ്മൽ കസബ്, മുംബൈ ഭീകരാക്രമണത്തില് പിടിയിലായ ആമിർ അജ്മൽ കസബിന് പോലും പാകിസ്ഥാൻ ബന്ധമില്ലെന്ന് കയറി പറഞ്ഞ ആളുകളാണ് പാകിസ്ഥാൻകാരെന്ന് ഓർക്കണം. അതുപോലെ പാകിസ്ഥാൻ സൈനികർ ഇന്ത്യക്കുള്ളിൽ കടന്നു കയറി വെടിയേറ്റ് വീണപ്പോൾ ആ ബോഡി പോലും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇത് ഞങ്ങളുടെ സൈനികരല്ല എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതും ഇതിനപ്പുറവും പറയും. ഇന്ത്യയുടെ ചുമതല അങ്ങനെയല്ല. ഈ പറയുന്ന ആളുകൾ തീർച്ചയായും കുറച്ചുപേർ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നവരും, കുറച്ചുപേർ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ പോയി ട്രെയിനിങ് സ്വീകരിച്ചതിന് ശേഷം തീവ്രവാദ ക്യാമ്പുകളിൽ ഏറെക്കാലം കഴിഞ്ഞ്, വർഷങ്ങളോളം കഴിഞ്ഞതിനു ശേഷം പല സമയങ്ങളിലായി നുഴഞ്ഞു കയറി വന്നവരാണ്. ഇന്ത്യ മറ്റൊരു ലിസ്റ്റും കൂടെ ഉണ്ട്. 70 ഭീകരന്മാർ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ജൈഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ബ്രാഞ്ചുകൾ വളരെ ആക്റ്റീവാണ്. സ്ലീപ്പർ സെല്ലുകളുണ്ട്. അതിന് പുറമെ നുഴഞ്ഞു കയറി വന്ന 70 പേരുണ്ട്. ആദ്യ ലൈൻ എന്ന് പറയുന്നത് അവർക്കെതിരെ ഫ്ലഷിംഗ് ഓപ്പറേഷൻ. അവരിൽ സിംഹഭാഗവും വേഷപ്രച്ഛന്നരായി കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുകയാണ്. പ്രഥമ ദൃഷ്ട്യാ നിർദോഷമാണെന്ന് തോന്നാം. ഇപ്പോഴത്തെ ഈ 7 പേര് യഥാർത്ഥത്തിൽ പീർ പഞ്ചാൽ, ആ ഒരു മലനിരകളിൽ, വനമേഖലയിൽ ഒളിച്ചിരിപ്പുണ്ടാകാനാണ് സാധ്യത. അവരെയും പിടികൂടേണ്ടതുണ്ട്. നമ്മുടെ സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കണം. അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഈ വേണ്ട രീതിയിൽ സുരക്ഷാ സേന, ഈ മൂവ്മെന്റ്, ഈ പ്രകൃതി സ്നേഹികളുടെ അല്ലെങ്കിൽ കാഴ്ച കാണാനായിട്ട് വന്ന 6 കിലോമീറ്റർ സഞ്ചരിച്ച് പഹൽഗാമിൽ നിന്നും ആ ഒരു താഴ്വരയിലേക്ക് വന്ന, ലിറ്റിൽ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ആ ഒരു പുൽത്തകടിയിലേക്ക് വന്ന ആളുകൾ 2000 പേരോളമാണ് ഓരോ ദിവസവും വന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ഏപ്രിൽ മാസം ഈ ഗതാഗത പാത തുറന്നു.
അത് നമ്മുടെ സുരക്ഷാ സേന അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പുരികങ്ങളാണ് ചൊടിയുന്നത്. അപ്പോൾ പിന്നെ അവരറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് അറിയുന്നത്? അതുകൊണ്ടാണ് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുളെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ബാരാമതിയിൽ ഇരുന്നു കൊണ്ട് മഹാരാഷ്ട്രയിലെ ടൂർ ഓപ്പറേറ്റേഴ്സ് പോലും ആ പാത തുറന്നു കൊടുത്തത് അറിഞ്ഞതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പരിഹാസ രൂപേണ കഴിഞ്ഞ ദിവസം സർവകക്ഷി മീറ്റിംഗിൽ ചോദിച്ചതുമാണ്. അപ്പൊ അതുകൊണ്ട് സുരക്ഷാ വീഴ്ചയുണ്ട്, അത് ആദ്യം പ്ലഗ് ചെയ്യണം. ഈ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന പീർപഞ്ചാൽ മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന, വനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ ഫ്ലഷ് ഔട്ട് ചെയ്യണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന തെളിവുകൾ ലോകത്തിന് മുമ്പിൽ ഹാജരാക്കണം. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കാം ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് പാകിസ്ഥാന് നേരെ ഉണ്ടാകുമെങ്കിൽ അതായിരിക്കും ഫലം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സാധ്യത പാകിസ്ഥാൻ ഏകപക്ഷീയമായി ശ്രദ്ധ തിരിച്ചുവിടാനായി ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സാഹസത്തിന് ഇനിയുള്ള നിമിഷങ്ങളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ മുതിർന്നാലും അത്ഭുതപ്പെടാനില്ല. പലപ്പോഴും പാകിസ്ഥാൻ അതീവ ദുർബലമാകുമ്പോഴാണ് ജനശ്രദ്ധ തിരിച്ചുവിടാനായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചരിത്രപരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതും നമ്മൾ മറന്നു പോകരുതെന്നാണ് ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ടത്. ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടെ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ ആളുകൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ, ആ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സഹായം നൽകിയവർ, ഇവർക്കൊക്കെ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയം, അവിടുത്തെ സാമ്പത്തിക അസ്ഥിരാവസ്ഥ, ഭരണസ്ഥിരതയില്ലായ്മ, ആഭ്യന്തരമായി ആ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന തീവ്രവാദ ശക്തികൾ, ഇങ്ങനെ പല കാരണങ്ങൾ അവിടെയുണ്ട്. ഇപ്പുറത്ത് ഈ ആക്രമണം ഉണ്ടായതിന് ശേഷം അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തികളും ഉണ്ടാകാം. അതും സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പോൾ നദീജല കരാർ റദ്ദാക്കിയതിന് അതിനൊരു അഫർമേറ്റീവ് ആക്ഷനായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരുപക്ഷെ ഇത്തരം അധികാര ശ്രേണികളുടെയോ അല്ലെങ്കിൽ ഭീകരാക്രമണത്തിൻ്റെ ശൃംഖലകളുടെയോ ഒന്നും ഭാഗമാകാത്ത സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. ഇപ്പുറത്ത് പാകിസ്ഥാൻ ഷിംല കരാർ റദ്ദാക്കി ഒരു ക്രൈസിസിലേക്ക് രണ്ട് രാജ്യങ്ങളെയും കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിലും അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളായിരിക്കും. അപ്പോൾ ഇതേക്കുറിച്ചുള്ള ഒരു ചിന്ത ഈ രണ്ട് രാജ്യങ്ങളുടെയും ഭരണ നേതൃത്വത്തിന് ഉണ്ടാവേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും? തീർച്ചയായും ശ്രീ രാജീവ്, ഇംഗ്ലീഷിലൊരു സെയിങ് ഉണ്ട്, when elephants fight, it is the grass underneath that suffers. എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ കൊമ്പനാനകൾ തമ്മിൽ പോരടിക്കുമ്പോൾ അവർ ചവിട്ടി നിൽക്കുന്ന പുൽത്തകിടിയിലെ പുല്ലാണ് ചവിട്ടി മെതിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ അതിന്റെ തുടർച്ചയാണ് when elephants make love also, it is the same grass that get crushed. അവർ തമ്മിൽ സ്നേഹബന്ധങ്ങളിൽ ഗാഠമായ ആലിംഗനത്തിൽ ഏർപ്പെടുമ്പോഴും ഒന്നും അറിയാൻ വയ്യാത്ത താഴത്തെ ഗ്രാസാണ്, പുൽനാമ്പുകളാണ് ചവിട്ടി മെതിക്കപ്പെടുന്നത്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര പോരാട്ടം, അതുപോലെ യുദ്ധം, എല്ലാ കാര്യങ്ങളും അവരുടെ മേലാളന്മാർ, രാഷ്ട്രീയ സൈനിക മേലാളന്മാരുടെ ചില വിനോദങ്ങൾ മാത്രമാണ്. യഥാർത്ഥ രക്തസാക്ഷികൾ ഭാരതത്തിലെയും പാകിസ്ഥാനിലെയും സാധാരണപ്പെട്ട ജനങ്ങളാണ്. യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന തുക എത്ര ഭീമമാണ്! പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ വളർച്ചാ നിരക്ക് 2.6 കൂപ്പുകുത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ ഓഹരി വിപണി വല്ലാതെ തകർന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഭയപ്പാടിലാണ്. ഇക്കണോമിക്കായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓൾ ടൈം ലോ ആണ്. $10 ബില്യൺ മാത്രമേ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആയിട്ട് പാകിസ്ഥാനുള്ളൂ. കടക്കിണിയിലാണ്. IMFന്റെ ബെയിൽ ഔട്ട് പാക്കേജ് 24ാമത്തെ ബെയിൽ ഔട്ട് പാക്കേജാണ്. കഴിഞ്ഞ ഒരു 3/4 നൂറ്റാണ്ടായി സ്വതന്ത്ര പാകിസ്ഥാന്റെ ചരിത്രത്തിൽ 24 പ്രാവശ്യമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ബെയിൽ ഔട്ട് പാക്കേജ് അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന വലിയ തോതിൽ സഹായം ചെയ്തു. കഴുത്തറപ്പൻ പലിശയുമായി അവർ മുതലും പലിശയും ചേർന്ന് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഈസ് ഇൻ എ ഡെറ്റ് ട്രാപ്പ്. അതിനോടൊപ്പം തന്നെ യുദ്ധത്തിന് വേണ്ടി വന്നാൽ ഭീമമായ ചെലവ് കൂടി പാകിസ്ഥാൻ നികുതിദായകന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ക്രൂരതയായിരിക്കും. അത് പാകിസ്ഥാന്റെ കാര്യം. ഭാരതത്തിനും സമാനമായ അവസ്ഥയാണ്. ആയുധത്തിന് വേണ്ടി, ആയുധ വാങ്ങലിന് വേണ്ടി, അല്ലെങ്കിൽ ഡിഫൻസ് സേനകളുടെ ആവശ്യത്തിന് വേണ്ടി വലിയ തുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. യുദ്ധം വരുമ്പോൾ കൂടുതൽ തുക വകയിരുത്തപ്പെടേണ്ടി വരും. നമ്മുടെ വ്യവസായ ശൃംഖല, നമ്മുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, നമ്മുടെ ടൂറിസം മേഖല, ഒരുപാട് സുരക്ഷാ ഭീഷണികൾ ഇന്ത്യയിലുമുണ്ട്. സമ്പദ് വ്യവസ്ഥയ്ക്ക് യുദ്ധം നല്ലതിനല്ല എന്ന തിരിച്ചറിവ് ഭാരതത്തിനുണ്ട്. ഭാരതം വളരാൻ വെമ്പുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഇപ്പോൾ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. $4.2 ബില്യൺ എത്തി നിൽക്കുന്നു ഈ വർഷാവസാനത്തോടു കൂടി. അപ്പോൾ ഒന്നുകിൽ ജർമ്മനിയെയും ജപ്പാനെയും പിന്തള്ളി
അമേരിക്കയ്ക്കും ചൈനയ്ക്കും പുറകിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഭാരതം. ഇതെല്ലാം തന്നെ അട്ടിമറിക്കുന്ന ഒന്നാവും വിപുലമായ യുദ്ധങ്ങൾ. അതുകൊണ്ട് യുദ്ധം എന്നത് മാനവരാശിക്ക് നല്ലതല്ല. പ്രത്യേകിച്ച് ഈ സബ് കോണ്ടിനെന്റൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ദക്ഷിണേഷ്യയിലെ യുദ്ധകാർമേഘം ഉയരുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ ക്ഷീണമാണ്, ദോഷമാണ്. ആത്യന്തികമായി ആധുനിക യുദ്ധത്തിൽ ഒരു വിജയം പരാജിതനും ഉണ്ടാവില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ശക്തമായ റഷ്യ ഉക്രൈനെ ആക്രമിച്ച് പൂർണ്ണമായി കീഴടക്കാനോ പരാജയപ്പെടുത്താനോ സാധിച്ചില്ല. അതിശക്തമായ ഇസ്രായേൽ ഹമാസ് എന്ന് പറയുന്ന ചെറിയ ഗ്രൂപ്പിനെ ആക്രമിച്ച് പൂർണ്ണമായി കീഴടക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും യുദ്ധം തുടരുന്ന കാഴ്ചയാണ്. അത് മാത്രമല്ല ലോക സമവാക്യങ്ങൾ മാറി മറിയും. അതുകൊണ്ട് ഈ സമ്മർദ്ദം നല്ലതാണ്. പരമാവധി ഡിറ്ററൻസ് എന്ന നിലയിൽ നമ്മുടെ ഈ ആയുധ സന്നാഹത്തെ നമുക്ക് കാണാനാവും. പാകിസ്ഥാന്റെ മേൽ ഒരു വലിയ സമ്മർദ്ദം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ കരാർ, നദീജല കരാറിൽ നിന്നുള്ള പിന്മാറ്റം വേണമെങ്കിൽ കരുതാം. പക്ഷെ ആത്യന്തികമായി പാകിസ്ഥാന്റെ ജലം പൂർണ്ണമായി തടഞ്ഞു വെക്കാനാവില്ല എന്നതും മഹാസത്യം തന്നെയാണ്. പ്രകൃതിയുടെ വരദാനമാണല്ലോ ജലം. അതുകൊണ്ട് അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ ഉൾപ്പെടെ ഗുഡ്വില്ല് ഭാരതത്തിൽ നഷ്ടപ്പെടുന്ന രീതിയിൽ അധികം മുന്നോട്ട് പോകാനും ആവില്ല. ഈ ഇനിഷ്യൽ ആവേശം കഴിഞ്ഞ് കുറച്ചുകൂടി സ്റ്റേബിളായി ഭാരതം ഒന്ന് ചിന്തിക്കുമ്പോൾ, ഭാരതത്തിന്റെ ഡെസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊരു ചിത്രമാകും വരുന്നത്. അതുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എങ്കിൽ പോലും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ട് എന്ന സമ്മർദ്ദം വരുമ്പോൾ പാകിസ്ഥാന്റെ ഭീഷണി, പാകിസ്ഥാൻ തീവ്രവാദികളെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി ഇങ്ങോട്ട് അയക്കുന്ന പരിപാടി, ആ ഒരു പതിവ് അവസാനിക്കണം. അതിന് തക്ക ഒരു സിംബോളിക്കായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാകണം. ബോത്ത് പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് മിലിറ്ററിസ്റ്റിക് ഒരു ത്രിതലമായ റെസ്പോൺസ് ആണ് ഇന്ത്യ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും ഇപ്പോൾ ഒരു സംഘർഷ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിന് കാരണമായത് പെഹൽഗാമിലുണ്ടായ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ഭീകരാക്രമണമാണ്. അതിനെ തുടർന്നുണ്ടായ നയതന്ത്ര യുദ്ധം അത് മുറുകി നിൽക്കുന്നു. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങളിലെയും സാധാരണക്കാരായ മനുഷ്യരെ ആയിരിക്കും ബാധിക്കുക. അതിനപ്പുറത്തേക്ക് കടന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക അതും നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക അസ്ഥാനത്താകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.